അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് അടുത്ത ഭാഗം നമുക്ക് പഠിക്കാനുള്ളത്. അതിന് മുന്നേ നമ്മൾ ഓർഡർ, മോളിക്കുലാരിറ്റി ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ ആവശ്യം എന്താണ്? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ എങ്ങനെ റേറ്റ് കണ്ടുപിടിക്കുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കാണാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കാണാൻ വേണ്ടി നമ്മൾ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് വരക്കുന്നു. അതിൽ നമുക്ക് ആവശ്യമുള്ള ടൈം ഏതാണോ ആ ടൈമിൽ നിന്ന് ഗ്രാഫിലേക്ക് പോയിന്റ് വരച്ച് ആ പോയിന്റിൽ ടാൻജൻറ്റ് വരച്ച് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കണ്ടിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? റേറ്റ്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അതൊന്ന് പിന്നെ റേറ്റ് ലോ ഇക്വേഷനിലേക്ക് വരാനും അതൊന്ന് ഓർഡർ കണ്ടുപിടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന ടെക്നിക്കിലേക്ക് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന എക്സ്പെരിമെൻ്റ് ഡാറ്റ അപ്പോൾ തന്നെ ആ ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ റേറ്റും അതുപോലെ തന്നെ കെയുടെ വാല്യൂ, അതായത് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡറിനാണ് ആദ്യം ചെയ്യുന്നത്. സീറോ ഓർഡർ റിയാക്ഷന് എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കുക? ഇപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, റേറ്റ് ഇക്വേഷനിൽ ദറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതുന്നുണ്ടല്ലോ കെ ഇൻറ്റു എ റേസ് ടു സീറോ ആണ്. എ എന്ന് പറയുന്നത് നമ്മുടെ റിയാക്റ്റൻ്റ് ആണ്. അതായത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല സീറോ ഓർഡർ റിയാക്ഷൻ. എ റേസ് ടു സീറോ എന്നാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ എന്തും ആയിക്കോട്ടെ, റേറ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലാത്തതാണ് സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിളാണ് അമോണിയയുടെ ഡീകമ്പോസിഷൻ. അതായത് നമ്മുടെ അമോണിയ ഗ്യാസ് പ്ലാറ്റിനത്തിൻ്റെ മുകളിൽ വെച്ച് ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും നൈട്രജനും ആയി മാറുന്ന പ്രോസസ്സ് N2+3H2. ഈ പ്രോസസ്സ് നടക്കുന്നത് ഹൈ പ്രഷറിലാണ്. ഈ ഡീകമ്പോസിഷൻ ഇസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. ദറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാറ്റിനത്തിൻ്റെ സർഫസിലേക്ക് നമ്മൾ പ്ലാറ്റിനം പീസ്, ഇതൊരു കാറ്റലിസ്റ്റ് ആണ്, ഇതിൻ്റെ സർഫസിലേക്ക് അമോണിയ മോളിക്യൂൾ അഡ്സോർബ് ചെയ്യപ്പെടും. ഈ അമോണിയ മോളിക്യൂൾ ഹൈ പ്രഷറിൽ ഇതിൻ്റെ മേലേക്ക് അതിൻ്റെ മാക്സിമം കോൺസെൻട്രേഷനിൽ അത് അവിടെ അഡ്സോർബ് ചെയ്യപ്പെടുകയാണ്. എന്നിട്ടാണ് അവിടെ വെച്ച് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇനി എത്ര അമോണിയ കൂടിയാലും ഇതിൻ്റെ മേലെ വരാവുന്ന അമോണിയക്ക് മാത്രമേ ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അമോണിയയുടെ കോൺസെൻട്രേഷൻ ഈ റിയാക്ഷൻ്റെ റേറ്റിനെ ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു റിയാക്ഷനാണ് ഹൈഡ്രജൻ അയോഡൈഡ് ഡീകമ്പോസ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ഗോൾഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ അയോഡൈഡ് ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും അയഡിനും ആയി മാറുന്ന പ്രോസസ്സ് അഗെയിൻ എ സീറോ ഓർഡർ റിയാക്ഷൻ. ഇനി ചില എൻസൈമാറ്റിക് റിയാക്ഷൻസും സീറോ ഓർഡർ തന്നെയാണ്. നമ്മൾ സീറോ ഓർഡർ റിയാക്ഷനെ കൺസിഡർ ചെയ്യുന്നു. ആർ ഗിവ്സ് പ്രോഡക്റ്റ് എന്നുള്ള ഒരു സീറോ ഓർഡർ റിയാക്ഷനാണ്. നമുക്കിതിൻ്റെ റേറ്റ് എഴുതാം. ആർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ആർ ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, അതേപോലെ തന്നെ നമ്മളൊരു ഇക്വേഷൻ കൂടെ റേറ്റ് ലോ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ റേസ് ടു സീറോ. സീറോ ഓർഡർ ആയതുകൊണ്ടാണ് ഓർഡർ സീറോ ആയിരിക്കുന്നത്, പവർ സീറോ ആയിരിക്കുന്നത്. ഈ രണ്ട് ഇക്വേഷൻ ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം, മൈനസ് ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ റേസ് ടു സീറോ. Or we can write minus dr by dt is equal to k, because r raised to 0 എന്ന് പറയുന്നത് 1 ആണ്. നമുക്കൊന്ന് മാറ്റി എഴുതാതെ minus dr is equal to k into dt, or dr is equal to k minus k dt എന്ന് എഴുതാം. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോവുകയാണ്. That is integral dr is equal to minus k into k ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് അതിന് ഇൻ്റഗ്രേഷനിൽ വരാറില്ല, അത് പുറത്തെടുക്കുന്നു, ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി. ഈ ഇൻ്റഗ്രേഷൻ്റെ റൂൾസ് ഇതൊക്കെ നിങ്ങൾ മാത്സിൽ പഠിക്കും. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ഒന്ന് രണ്ട് റൂൾസ് പറയുകയാണ് ഞാൻ. അതായത് ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ആണ്. Integral dy എന്ന് വെച്ച് കഴിഞ്ഞാൽ it is equal to y. Integral dz is equal to
z ആണ്. അതേ കാര്യം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഡി ആർ ഇസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും നമുക്ക്, ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഇന്റഗ്രൽ ഡി ടി എന്തായിരിക്കും അപ്പോൾ ടി ആയിരിക്കും, പ്ലസ് ഒരു കോൺസ്റ്റന്റ് സി. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് കൂടെ അവിടെ ഇക്വേഷനിൽ ഉണ്ടാവും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിയുടെ വാല്യൂ ആണ്. സിയുടെ വാല്യൂ കാണാൻ വേണ്ടി സപ്പോസ് നമ്മൾ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, ആ സമയത്ത് ടൈം 0 ആണ്, ആ സമയത്ത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആർ ഈക്വൽ ടു R0 ആണെന്ന് കരുതുക. കോൺസെൻട്രേഷൻ ആർ എന്ന് പറയുന്നത് തുടങ്ങുന്നതാണ്, അപ്പോൾ R0 ആണെന്ന് എടുക്കുക. ടൈം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും അപ്പോൾ 0 ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ഈ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then you get concentration R0 is equal to minus K into 0 plus C. അതായത് സിയുടെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് കിട്ടുക, R0 ആണെന്ന് കിട്ടും. അപ്പൊ ഈ ആറിന്റെ വാല്യൂ എന്ത് കിട്ടി, സിയുടെ വാല്യൂ R0 എന്ന് കിട്ടി. നമുക്ക് അതൊന്ന് ഈ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we get R is equal to, that is minus K into T plus C എന്ന് പറയുന്നത് R0 ആണ്, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് R0. ഓക്കെ, ദെൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. കെ ടീനെ ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. K into T is equal to R0 കോൺസെൻട്രേഷൻ R0 minus R. Then we can write K is equal to R0 minus R by T. ഇതാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ദി 0 ഓർഡർ. അതായത് ഏത് ടൈമിലുള്ള കെയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ ടൈം കിട്ടിയാൽ മതി. അതേപോലെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കിട്ടണം, പിന്നെ ഈ ടൈമിൽ ബാക്കി വന്ന കോൺസെൻട്രേഷനും കിട്ടണം. അപ്പോൾ നമുക്ക് വാല്യൂ കെയുടെ വാല്യൂ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ദിസ് ഇസ് ദ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ദ 0 ഓർഡർ റിയാക്ഷൻ. ഇനി ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അഗെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു റിയാക്ഷൻ, അതായത് ആർ ഗിവ്സ് പ്രോഡക്റ്റ് എന്നുള്ള റിയാക്ഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റേറ്റ് ഇക്വേഷൻ എഴുതാം. ആർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. അതേപോലെ തന്നെ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാം. ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ ആണ് വരിക. ഫസ്റ്റ് ഓർഡർ ആണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ by change in time is equal to K into concentration R എന്ന് കിട്ടും. ദെൻ നമ്മൾ ആറിൻ്റെ ടേം ഒന്നിച്ചാക്കുകയാണ്. മൈനസ് ഡി ആർ ബൈ ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി ടി. ഡി ടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ സൈനോട് ഒന്ന് മാറ്റുകയാണ്. ഡി ആർ ബൈ ആർ ഈക്വൽ ടു കെ മൈനസ് കെ ഇൻറ്റു ഡി. ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യാം നമുക്ക്. ഇൻ്റഗ്രൽ ഡി ആർ ബൈ ആർ ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി. ഇനി നമ്മൾ ഇവിടെ പുതിയൊരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എൽ എൻ എക്സ് ആണ്. ഇൻ്റഗ്രൽ ഡി വൈ ബൈ വൈ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എൽ എൻ വൈ ആണ്. അതേപോലെ തന്നെ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി ആർ ബൈ ആർ എന്നുള്ളത് എൽ എൻ ആർ എന്ന് കിട്ടും നമുക്ക്, ഈക്വൽ ടു കെ മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ ടി ആണ് പ്ലസ് കോൺസ്റ്റന്റ് സി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതിന് പറഞ്ഞ പോലെ ടി 0 ആണെന്ന് എടുക്കാം. ആ സമയത്ത് കോൺസെൻട്രേഷൻ ആർ എന്നുള്ളത് R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണെന്ന് എടുക്കാം. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൽ എൻ R0 ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 0 പ്ലസ് സി എന്ന്. അതായത് എൽ എൻ R0 ഈസ് ഈക്വൽ ടു സി എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സിയുടെ വാല്യൂ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. നമ്മൾ എഴുതുന്നുണ്ട്. That is ln R is equal to
minus k into t plus ln r0. c യുടെ വാല്യൂ ആണ് r0 ചേർത്ത് ln r0 ചേർത്തിരിക്കുന്നത്. ഇനി കെ ടിനെ ഞാൻ നേരത്തെ പോലെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കെ ടി ഈസ് ഈക്വൽ ടു ln r0 മൈനസ് ln r. ദാറ്റ് ഈസ് കെ ടി ഈസ് ഈക്വൽ ടു നമുക്കറിയാലോ log a മൈനസ് log b എന്താണ് log a ബൈ ബി അല്ലേ. ദാറ്റ് ഈസ് r0 ബൈ r log a ബൈ ബി എന്നുള്ള റൂൾ ഉപയോഗിച്ചാൽ ദാറ്റ് ഈസ് നമുക്ക് k എന്നുള്ള രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് 1 by t into ln r0 by r. ഇതാണ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വരുന്നത്. ഇനി സാധാരണ നമ്മൾ ഈ നാച്ചുറൽ ലോഗരിതം ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതിന് കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റും. അങ്ങനെ മാറ്റുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നാച്ചുറൽ ലോഗരിതത്തിന് കോമൺ ലോഗരിതമാക്കാൻ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ബൈ ടി ഇൻറ്റു ലോഗ് r0 ബൈ r എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ആണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. k is equal to 2.303 by t into log r0 by r, where k is the rate constant. t എന്ന് പറയുന്നത് നമ്മൾ ഏത് ടൈമിലാണോ ചെയ്യുന്നത് ആ ടൈമാണ്. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ 30 സെക്കൻഡ് കഴിഞ്ഞ് എന്നൊക്കെ പറയുന്ന ടൈമാണ് ടി എന്ന് പറയുന്നത്. r0 എന്ന് പറയുന്നത് തുടങ്ങുമ്പോൾ എടുക്കുന്ന റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. r എന്ന് പറയുന്നത് ടി സമയത്തിന് ശേഷം ബാക്കി വന്ന റിയാക്റ്റന്റിന്റെ അളവാണ് r എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടല്ലോ. അതായത് ln r is equal to minus kt ln r0 നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇടയിൽ കിട്ടിയ ഇക്വേഷനാണ് ഇത് അല്ല. ഈ ഇക്വേഷൻ ഇങ്ങനെ ഒരു ഫോമിലാണ്. ln r എന്ന് പറയുന്നത് y ഈക്വൽ ടു m, അതായത് k ആണ് മൈനസ് k ആണ് m x t പ്ലസ് c എന്നുള്ള ഇക്വേഷൻ, അതായത് സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ ആണ് ഈ വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതായത് ടി എക്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ വരക്കുന്നത് ടി ആണ്. ടി വേഴ്സസ് ദാറ്റ് ഈസ് ln r y ആക്സിസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടുക. ആ സ്ട്രൈറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ് മൈനസ് കെ. എം എന്ന് പറയുന്നത് സ്ലോപ്പ് ആണല്ലോ, അതാണ് മൈനസ് കെ എന്ന് പറയുന്നത്. ഇനി y ഇന്റർസെപ്റ്റ്, അതായത് ഇതിനെ നമ്മൾ നീട്ടി വരച്ച് വൈയിൽ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ ആണ് ln r0. y ഇന്റർസെപ്റ്റ് ln r0 ആണ്. അപ്പോൾ ഓർമ്മിക്കാം മൈനസ് ln r ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ln r0 എന്നുള്ള ഗ്രാഫ്, അതായത് ln r അഗെയിൻസ്റ്റ് ടി വരച്ചു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ കിട്ടും. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ആൻഡ് സി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് y ഇന്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു ln r0. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ കണ്ടിട്ടുണ്ട് അല്ലേ. k ഈസ് ഈക്വൽ ടു 2.303 ബൈ ടി ഇൻറ്റു ലോഗ് r0 ബൈ r എന്നുള്ള ഒരു ഇക്വേഷൻ കൂടെ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ അതിനൊന്ന് മാറ്റിയൊക്കെ എഴുതി കോമൺ ലോഗരിതത്തിലേക്ക് കൊണ്ടുവന്നു. അതൊന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ k ഇൻറ്റു ടി ബൈ 2.303 ഈക്വൽ ടു ലോഗ് r0 ബൈ r എന്ന് കിട്ടും. നമ്മൾ ഇതൊന്ന് ജസ്റ്റ് മാറ്റി എഴുതി ലോഗ് r0 ബൈ r ഈസ് ഈക്വൽ ടു k ഡിവൈഡഡ് ബൈ 2.303 ഇൻറ്റു ടി. Then equation is like this, y equal to mx എന്നുള്ള ഫോമിലാണ്. c എന്ന് പറയുന്ന വാല്യൂ 0 ആണ്. ഓക്കെ, then നമുക്ക് കിട്ടുന്ന സ്ട്രേറ്റ് ലൈന് c കോൺസ്റ്റന്റ് 0 ആണ്. അങ്ങനെയാകുമ്പോൾ സ്ട്രേറ്റ് ലൈൻ ദാറ്റ് പാസ് ത്രൂ ദി ഒറിജിൻ ഇതാണ് വരിക. y ഈക്വൽ ടു mx എന്നുള്ളത്. y എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ലോഗ് r0 ബൈ r ആണ്. y ദാറ്റ് ഈസ് പ്ലോട്ടഡ് ഇൻ ദ y ആക്സിസ് ആൻഡ് ടി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. ടൈം എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്താൽ we get a straight line which passes through the origin and the slope of this line is equal to k by 2.303. കണ്ടോ, സ്ലോപ്പ് കിട്ടുന്നത് ഇങ്ങനെയാണ്, k by 2.303. നോക്കാം നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എടുത്തത്. ഫസ്റ്റ് ഇക്വേഷൻ ആണിത്. ln r is equal to minus kt plus ln r0 എന്നുള്ള ഇക്വേഷൻ. ഇനി ഒരു കാര്യം ചെയ്യാണ്. നമ്മുടെ ടൈം സപ്പോസ് t ഈക്വൽ ടു t1 ആണെന്ന് കരുതുക. ടൈം t1 സെക്കൻഡ് ആണ്. ഇനി r എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ r ഈസ് ഈക്വൽ ടു ആ സമയത്തുള്ളത് r1 ആണെന്ന് കരുതുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ln r1 ഈക്വൽ ടു മൈനസ് k ഇൻറ്റു t1 പ്ലസ് ln r0 എന്ന് കിട്ടും. ഓക്കെ,
അതേപോലെ സപ്പോസ് കുറച്ച് സമയത്തിന് ശേഷം റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ടൈം അപ്പോഴേക്ക് T2 ആയി. അപ്പോൾ എന്ത് പറ്റും? കോൺസെൻട്രേഷൻ വീണ്ടും കുറഞ്ഞ് റിയാക്റ്റൻറ്റിൻ്റെത് ദാറ്റ് ബിക്കം R2 അല്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ln R2 ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു T2 പ്ലസ് ln R0 എന്ന് എഴുതാം അല്ലെ. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒരു റിയാക്ഷൻ്റെ രണ്ട് ഇക്വേഷൻസ് ആണ്. ഒന്ന് ടൈം T1-ലുള്ളത്, മറ്റേത് ടൈം T2-ലുള്ളത്. ഓക്കെ, ദെൻ ഇക്വേഷൻ 1 മൈനസ് 2, ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്താൽ യു ഗെറ്റ് ln R1 മൈനസ് ln R2 ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു T1 മൈനസ് കെ ഞാൻ പുറത്തെടുക്കുകയാണ്, T1 മൈനസ് T2. ഓക്കെ, ദെൻ ln R0 മൈനസ് ln R0 0 ആയി. ദെൻ നമുക്ക് ഇതൊന്നുകൂടെ മാറ്റി എഴുതാം. നമ്മുടെ ലോഗരിതം റൂള് ln R1 മൈനസ് ln R2 എന്ന് പറഞ്ഞാൽ ln R1 ബൈ ln R2 അല്ല സോറി R2 ആണ്. R1 ബൈ R2 ഈസ് ഈക്വൽ ടു മൈനസ് കെ എന്നുള്ളത് ഞാൻ പ്ലസ് കെ ആക്കുകയാണ്, കെ ഇൻറ്റു T2 മൈനസ് T1. ഓക്കെ, ദിസ് ഇസ് അനദർ ഇക്വേഷൻ. റേറ്റ് ഇക്വേഷൻ തന്നെയാണ്. നമുക്ക് രണ്ട് കോൺസെൻട്രേഷൻ, ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ഡിഫറെൻറ്റ് ടൈമിലുള്ളത് കിട്ടിയാൽ കെ കണ്ടുപിടിക്കാം. ഡിഫറെൻറ്റ് ടൈമിലുള്ള കോൺസെൻട്രേഷൻസ് വന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് കെ.